കുമാറിന്റെ വസതിക്ക് മുൻപിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് തുടക്കത്തിൽ നിതീഷിന് മനസ്സിലായതേയില്ല. പക്ഷേ അപ്പോഴേക്കും മുകളിൽ നിന്ന് അങ്ങ് കേന്ദ്രത്തിൽ നിന്നും കോൾ എത്തിയിട്ടുണ്ട്. നിതീഷ് വസതിക്ക് പുറത്തേക്ക് ഇറങ്ങണം. ഇതോടെ പുറത്തിറങ്ങിയ നിതീഷ് അമ്പരന്ന് പോവുകയാണ്. ഒരു വലിയ പോസ്റ്ററാണ് വസതിക്ക് മുൻപുള്ളത്. ഈ പോസ്റ്ററിൽ ഒച്ചിലിഴയുന്ന നിതീഷിനെ കാണിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കുന്ന ആ വലിയ പോസ്റ്ററിൽ എതിരാളിയായിട്ടുള്ളത് തേജസ്വി യാദവ് ആണ്. എന്നാൽ കുതിരപ്പുറത്താണ് തേജസ്വി യാദവ് ഉള്ളത്. അവരുടെ ചിഹ്നമായ പെട്രോമാക്സിന്റെ ലൈറ്റും കയ്യിൽ തൂക്കിയിട്ടുണ്ട്. നിതീഷ് കുമാർ ക്ഷീണിതനായ ഒരു ഒച്ചിന്റെ പുറത്താണ് ഇരിക്കുന്നത്. RJD നേതാവ് തേജസ്വി ആവട്ടെ കുതിച്ചു പായുന്ന കുതിരപ്പുറത്ത് ഇരിക്കുന്നതുമായിട്ടുള്ള പോസ്റ്ററാണ് വസതിക്ക് മുൻപിൽ. അതിനു മുൻപിലാണ് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അതായത് തേജസ്വി സർക്കാർ വരുന്നു, 17 മാസത്തിനിടയിൽ കണ്ട അതേ വേഗതയിൽ കാര്യങ്ങൾ നീങ്ങും എന്ന് തടിച്ച അക്ഷരങ്ങളിലാണ് പോസ്റ്ററിൽ പ്രഖ്യാപിക്കുന്നത്. 17 മാസത്തെ കാലഘട്ടം മഹാഗഡ്ബന്ധൻ ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കാലയളവിൽ RJD നേതാവ് ഉപമുഖ്യമന്ത്രിയായിരുന്നു. നിതീഷ് കുമാറിന്റെ വസതിയിൽ നിന്ന് ഏതാനും മീറ്റർ മാത്രമേ ഈ പോസ്റ്ററിന് അകലമുള്ളൂ. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെതിരെ തേജസ്വി യാദവ് ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 243 അംഗം നിയമസഭയിൽ 225 കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് കൂടിയാണ് പോസ്റ്റർ ലക്ഷ്യമാക്കുന്നത്. പോസ്റ്ററിലെ കുതിരപ്പുറത്ത് കയറുന്ന യാദവിന്റെ ചിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2025 എന്ന് എഴുതിയിരിക്കുന്നതിനൊപ്പം ഒരു നാഴികക്കല്ല് പിന്നിട്ടതായും ചിത്രീകരിക്കുന്നു. അടുത്ത മാസം നിതീഷ് കുമാറിന് 74 വയസ്സ് തികയുന്നതോടെ JDUവിനെ ആര് നയിക്കുമെന്ന ആശങ്ക ആ പാർട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. തന്റെ ഏക മകൻ നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സുപ്രീം കോടതി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് JDU അടുത്തിടെ പോസ്റ്ററുകളും പതിപ്പിച്ചിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നളന്ദ ജില്ലയിലെ ഹർനൌട്ടിൽ നിന്ന് നിശാന്ത് രാഷ്ട്രീയ അരങ്ങേറ്റം കുറിക്കുമെന്ന് അഭ്യൂഹങ്ങളുമുണ്ട്. 35 വർഷം മുൻപ് നിതീഷ് കുമാറും ഇവിടെ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്.